ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സോ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ അയച്ചു കൊടുക്കുക കൂടെ ചെയ്യണം. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫുൾ A+ കിട്ടുക. അങ്ങനെ നമ്മളുടെ ഒരു ഗ്യാങ് ഉണ്ടെങ്കിൽ ആ ഗ്യാങ്ങിലെ മുഴുവൻ കുട്ടികളും, അല്ലെ, നമ്മളിപ്പോൾ ഒരു 5 പേരൊക്കെ ഉള്ള ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട്സൊക്കെ ഉള്ള എല്ലാവരും സ്കൂളിലെ ഫ്ലെക്സിൽ, അല്ലെ, അടുത്ത വർഷം ഫുൾ A+ നേടിയവരുടെ ഫ്ലെക്സ് സ്കൂളിന്റെ മുന്നിൽ ഉയരുന്ന സമയത്ത് അതിൽ നമ്മളുടെ ഒരു ഫോട്ടോ കൂടെ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി ആ റിസൾട്ട് വരുന്ന ദിവസം നമ്മുടെ പാരൻസ് നമ്മളെ ഓർത്ത് വളരെ പ്രൗഡ് ആവുന്നത് കാണാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാകും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ് സൈലം നിങ്ങളെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. സർക്കിൾസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ, AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ചോദ്യത്തിൽ പറയുകയാണ്, ചിത്രത്തിൽ AB വൃത്തത്തിന്റെ വ്യാസവും D വൃത്തത്തിലെ ഒരു ബിന്ദുവുമാണ്. D എന്ന് പറയുന്നത് ഇസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ, അല്ലേ? അപ്പൊ തന്നെ നമുക്ക് എന്ത് പറയാം മക്കളെ? AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, അല്ലെ? AB ഡയമീറ്റർ അഥവാ വ്യാസമാണ്, അല്ലെ? AB ഡയമീറ്റർ അഥവാ വ്യാസമാണ്. D ഈസ് ഓൺ ദ സർക്കിൾ. D ഓൺ ദ സർക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആംഗിൾ ADB എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്, അല്ലെ? ആംഗിൾ ADB 90 ഡിഗ്രി ആണ്. അതുപോലെ ഇവിടെ നോക്കുക, ഈ കൂട്ടത്തിൽ ഒരാംഗിൾ 110 ഡിഗ്രി ആണ്, അല്ലെ? ഇവിടെ ആംഗിൾ C is equal to 110 ഡിഗ്രി. കാരണം C is inside the circle. C എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിന്റെ അകത്താണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൃത്തത്തിന്റെ അകത്തുള്ള ബിന്ദുവിനെ ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സ് അഥവാ വ്യാസത്തിന്റെ രണ്ടറ്റവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന ആംഗിൾ, ആ കോണളവ് 90 കൂടുതലായിരിക്കും. മോർ ദാൻ 90 ഡിഗ്രി, 90 കൂടുതൽ. എപ്പോ? പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആകുമ്പോൾ. അവിടെ തന്നെ നമുക്ക് കിട്ടി ആംഗിൾ ACB is equal to ആംഗിൾ ACB 110 ഡിഗ്രി ആണ്. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 260 ഡിഗ്രി ആണ്, ശരിയല്ലേ? ആംഗിൾ ACB പ്ലസ് ആംഗിൾ ADB പ്ലസ് ആംഗിൾ AEB is equal to 260 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് പറയാം? ACB എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 110, ADB എന്ന് പറയുന്നത് 90 പ്ലസ് ആംഗിൾ AEB is equal to 260. അതായത് 110ഉം 90ഉം കൂടെ കൂട്ടിയാൽ 200 ആണ്. 200 പ്ലസ് ആംഗിൾ AEB is equal to 260. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AEB എന്ന് പറയുന്നത് 260 മൈനസ് 200, അതായത് 60 ഡിഗ്രി, ശരിയല്ലേ? ആംഗിൾ AEB പോയിന്റ് E എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്, സർക്കിളിന്റെ പുറത്താണ്. അങ്ങനെ സർക്കിളിന്റെ പുറത്താണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ആംഗിൾ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി, 90 കുറവായിരിക്കും എന്ന് നമ്മൾ പഠിച്ചത് ഓർക്കാൻ കഴിയണം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് മക്കളെ. ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ ആംഗിൾ C തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. 4 ആംഗിളും കൂട്ടിയാൽ എത്രയാ? ഒരു ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജത്തിലെ 4 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 360 ഡിഗ്രിയാണ്, ശരിയല്ലേ? 360 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതാ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നു. ആംഗിൾ D അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ആദ്യത്തെ ചോദ്യം ആംഗിൾ D is equal to 360 നിന്ന് ബാക്കി 3 ആംഗിൾസ് കൂട്ടുക, കുറയ്ക്കുക. 80 പ്ലസ് 70 പ്ലസ് 120, അതായത് 360 മൈനസ് 80, 70, 150, 20, 170, 270. കുറച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി, അല്ലെ? ആംഗിൾ D എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് AC ഡയമീറ്റർ ആയിട്ട് നമ്മൾ വൃത്തം വരയ്ക്കുന്നു. നോക്കണേ, ഇതാണ് നമ്മുടെ A ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്ത B ക്വസ്റ്റ്യൻ. AC ഡയമീറ്റർ ആയിട്ട് ഞാൻ എന്ത് വരയ്ക്കുന്നു? സർക്കിൾ വരയ്ക്കുന്നു. അപ്പൊ ബിന്റെ ഡിന്റെ പൊസിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ B is equal to 70 ഡിഗ്രി which is less than 90, ശരിയല്ലേ? 90 കുറവാണ്. 90 കുറവായെങ്കിൽ നമുക്ക് എന്ത് പറയാം? B is outside the സർക്കിൾ. B എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിന്റെ പുറത്താണ്. ഇനിയോ മക്കളെ ശ്രദ്ധിച്ചേ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഡിന്റെ സ്ഥാനം ആംഗിൾ D is equal to 90 ഡിഗ്രി. അതുകൊണ്ട് D എന്ന് പറയുന്ന ബിന്ദു എവിടെയാണ്? ഓൺ ദ സർക്കിൾ. D ഓൺ ദ
ഇവിടെയാണ് ഓൺ ദ സർക്കിൾ, അഥവാ നമ്മൾ മലയാളത്തിൽ പറയും വൃത്തത്തിൽ. ഈ ബിന്ദു വൃത്തത്തിലാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും പോകുന്ന വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഡിന്റെ സ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം. മക്കളെ, അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ചേ. ഒരു സർക്കിള്, മൂന്ന് ബിന്ദുക്കൾ വൃത്തത്തിലും ഒരു ബിന്ദു വൃത്തത്തിന്റെ പുറത്തുമാണെങ്കിൽ എന്റെ മക്കൾ ശ്രദ്ധിച്ചേ. ഇപ്പൊ എയും ബിയും സിയും വൃത്തത്തിലാണ്. ഡി പുറത്താണെങ്കിൽ എന്റെ മക്കൾ മനസ്സിലാക്കുക, ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണെന്നറിയോ? ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ ഈ തുക നിങ്ങൾ കണ്ടാൽ അത് ലെസ് ദാൻ 180 ഡിഗ്രിയിൽ കുറവ്. ഓക്കെ, 180 ഡിഗ്രിയിൽ കുറവായിരിക്കും. നേരെ മറിച്ച് ഈ ബിന്ദു അകത്താണെങ്കിൽ എന്റെ മക്കളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ, ഈ ബിന്ദു അകത്താണ് എന്ന് വിചാരിക്കുക. ഈ ബിന്ദു അകത്താണെങ്കിൽ, ഈ എന്ന് പറയുന്ന ബിന്ദു അകത്താണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ ബിയും ആംഗിൾ ഇയും കൂട്ടിയാൽ മോർ ദാൻ 180 ഡിഗ്രി, 180 ഡിഗ്രിയിൽ കൂടുതൽ, 180 ഡിഗ്രിയിൽ കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് കിട്ടും. സെറ്റാണല്ലോ. അതേപോലെ ഇപ്പൊ ഒരു പോയിന്റ് എടുക്കുന്നു. പോയിന്റ് ഞാൻ ഇവിടെ എടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, പോയിന്റ് ഞാൻ ഇവിടെ എടുക്കുന്നു. ദെൻ എയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്നു, ഈ പോയിന്റിൽ നിന്ന് സിയിലേക്കും ജോയിൻ ചെയ്യുന്നു. ആ പോയിന്റിന് ഞാൻ എഫ് എന്ന് പേര് കൊടുക്കുന്നു. ഇപ്പൊ എയും ബിയും സിയും എഫും എവിടെയാണുള്ളത്? ഓൺ ദ സർക്കിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ആംഗിൾ, മക്കൾ ശ്രദ്ധിച്ചേ, ആംഗിൾ ബി പ്ലസ് ആംഗിൾ എഫ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈ ഒരു പോയിന്റ് കൂടെ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. സെറ്റ്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. സെറ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചോദ്യം നോക്കാം. അങ്ങനെയാണെങ്കിൽ ഡിന്റെ സ്ഥാനം എവിടെയാണ്? സി ക്വസ്റ്റ്യന്റെ ആൻസർ. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഡി? ഡി എവിടെയായിരിക്കും? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 70 പ്ലസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 160. 150 അല്ല, 160 അല്ലെ? 160. അതെന്താണ്? 180 ഡിഗ്രിയിൽ കുറവ് അല്ലെ? ലെസ് ദാൻ 180. അതുകൊണ്ട് തന്നെ ഡി എവിടെയാണ്? ഡി ഔട്ട്സൈഡ് ദ സർക്കിൾ. ശരിയല്ലേ മക്കളെ? ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുകയാണെങ്കിൽ ഡിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഡി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദി സർക്കിൾ. ഡി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദി സർക്കിൾ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആണോ? സംശയമില്ലല്ലോ. ക്ലിയർ അല്ലേ? വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി തന്നെ നമുക്ക് പഠിക്കാം. അടുത്ത ചോദ്യം നോക്കിക്കോ. ഇൻ ദ ഫിഗർ എ ഇ ബി 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ബി ആസ് ദ ഡയമീറ്റർ, എ ബി ഡയമീറ്റർ ആയിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, എ ബി വ്യാസമായിട്ട് വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഇ എവിടെയാണ്? ഇ എന്ന് പറയുന്നത് നമുക്കറിയാം ഓൺ ദ സർക്കിൾ. ശരിയല്ലേ? ഇ എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ. ചിത്രത്തിൽ എ ഇ ബി 90 ആണ്. എ ബി വ്യാസമായി വൃത്തം വരച്ചാൽ ഇയുടെ സ്ഥാനം എവിടെയാണ്? വൃത്തത്തിൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വൃത്തത്തിലാണ്. ഇനി ബി, ഈ വൃത്തത്തെ അടിസ്ഥാനമാക്കി സി ഡി, സിയും ഡിയും എവിടെയാണ്? സി എന്ന് പറയുന്നത് മക്കൾ നോക്ക് 50 ഡിഗ്രി അല്ലെ? 50 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം അത് 90ൽ കുറവാണ്, 90ൽ കുറവാണ്, ലെസ് ദാൻ 90. അതുകൊണ്ട് തന്നെ സിന്റെ പൊസിഷൻ എവിടെയാ? ഔട്ട്സൈഡ് ദ സർക്കിൾ. ലെസ് ദാൻ 90 ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇവിടെയോ ഡി എന്ന് പറയുന്നത് മക്കൾ നോക്ക് മോർ ദാൻ അല്ലെ? മോർ ദാൻ 90 ആണ്. അപ്പോ ഇൻസൈഡ് ദ സർക്കിൾ. ദെൻ ഈ വൃത്തത്തെ അടിസ്ഥാനമാക്കി സി ഡി അത് നമ്മൾ ചെയ്തു. ഇനി എ ബി സി ഡി വരയ്ക്കാൻ പറ്റുമോ? സി ക്വസ്റ്റ്യൻ നോക്ക്. ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ചെയ്താൽ മക്കൾക്ക് കാണാം 50 പ്ലസ് 130 ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി. എതിർ കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് 180 ആണെങ്കിൽ നമ്മൾ പറയും അനുപൂരകമാണ്. ശരിയല്ലേ? കോംപ്ലിമെന്ററി എന്നാണ് നമ്മൾ പറയാം. ശരിയല്ലേ? അല്ല, കോംപ്ലിമെന്ററി എന്നുള്ള വാക്കല്ല മനസ്സിലാക്കേണ്ടത്, സപ്ലിമെന്ററി. സപ്ലിമെന്ററി ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണ്. അതുകൊണ്ട് തന്നെ എ ബി സി ഡി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ആണെന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വരയ്ക്കാൻ സാധിക്കും, കഴിയും. വരയ്ക്കാൻ കഴിയും.
ഓക്കെ ആണല്ലോ, വരയ്ക്കാൻ നമുക്ക് സാധിക്കും എന്നത് തന്നെയാണ് ഉത്തരം എന്ന് പറയുന്നത്. സെറ്റാണോ? സംശയമില്ലല്ലോ. അടുത്ത ഒരു ചോദ്യം ഇവിടെ നോക്ക്. OAC 30 എന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 30 ആണെങ്കിൽ എന്റെ മക്കൾ എന്ത് മനസ്സിലാക്കുക? ഈ ആംഗിളും 30. ഓക്കെ, ഇത് 30 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതും 30. ഇത് രണ്ടും 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കടാ? രണ്ട് ആംഗിൾ 30 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എന്റെ മക്കൾക്ക് കിട്ടും 120. അപ്പോഴല്ലേ കൂട്ടിയാ 180 വരിക? അപ്പോഴല്ലേ കൂട്ടിയാ 180 വരിക? ഇപ്പൊ ചോദിച്ചിട്ടുണ്ടോ നമ്മളോട്? ആംഗിൾ AOC ചോദിച്ചിട്ടുണ്ട്. അത്രയാണ് 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ABC എത്രയാ മക്കളെ? നേരെ പറഞ്ഞു. ഇവിടെ AOC 120 ആണെങ്കിൽ അതിന്റെ പകുതി, അതായത് ഇത് 60. ശരിയല്ലേ? 60 ഡിഗ്രി. അങ്ങനെ അത് 60 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ AB എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും തുല്യമാണ്. AB-യും BC-യും ഈക്വൽ ആണ്. അതായത് ABC എന്ന് പറയുന്ന ത്രികോണം എന്താണ്? സമപാർശ്വ ത്രികോണാണ്. അതിന്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ എന്റെ മക്കൾ എന്ത് പഠിച്ചു വെക്കുക? അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സമപാർശ്വം ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 60 ആയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അതിന്റെ എല്ലാ ആംഗിളും 60 ആണ്. അതൊരു ഇക്വിലാറ്ററൽ അഥവാ സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ അവിടെ AC-യും AB-യും BC-യും ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് 5 സെന്റിമീറ്റർ. ഓക്കെ, ABC 60 ഡിഗ്രി. ഇത് 60 ആണെങ്കിൽ ADC അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ADC. എടാ, ഇതിനോട് എത്ര കൂട്ടിയാൽ 180 വരും എന്ന് നോക്കിയാൽ മതി. ഇതിനോട് എത്ര കൂട്ടിയാൽ 180 വരിക? 120. സെറ്റാണോ? സോ ആംഗിൾ ADC ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സെറ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു. സെറ്റാണല്ലോ. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ ഈ ഒരു ചോദ്യവും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യാൻ ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് പഠിച്ച ചോദ്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ സാധിക്കുള്ളൂ. കാരണം നിങ്ങളെ മുഴുവൻ പഠിപ്പിച്ചിട്ടേ സൈലം പരീക്ഷയ്ക്ക് അയക്കുള്ളൂ. ഏറ്റവും ഗംഭീരമായിട്ട് നമ്മൾ പഠിക്കും. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.